മംഗൾസ് വെൽക്കം ബാക്ക്. എടാ ഓൾറെഡി 9ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് സോഷ്യൽ കഴിഞ്ഞു, ഹിന്ദി എക്സാമും കഴിഞ്ഞു. ഈ 2 എക്സാമുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് ഈസി ആയിരുന്നോ ടഫ് ആണെന്നൊക്കെ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്നാലും പൊതുവെ സമ്മിശ്ര അഭിപ്രായങ്ങളാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് ടഫാണെന്ന്. എന്നാൽ നമ്മൾ അറിഞ്ഞ മറ്റൊരു കാര്യം, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ മിക്കവാറും ടഫായിരിക്കും. പ്രത്യേകിച്ച് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ നല്ല ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും അയ്യോ സാറേ അതിനെന്താ ചെയ്യാന്ന്. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. കിഡിലൻ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്റ്റഡി പ്ലാൻ. ഇന്ന് നിങ്ങൾക്ക് ഹിന്ദി എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാം എന്താ? അതേപോലെ തിങ്കളാഴ്ച മാത്സ് വരും, പിന്നെ ചൊവ്വാഴ്ച ഫിസിക്സും ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ദിവസങ്ങളാണ്. ഇന്ന് രാത്രി മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച ഉണ്ടായിരിക്കും, വെള്ളി ഉണ്ടായിരിക്കും, ശനി ഉണ്ടായിരിക്കും, ഞായറുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു കിഡിലൻ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. ആ പ്ലാൻ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് നമ്മൾ അങ്ങോട്ട് തൂഫാനാക്കും, നമ്മൾ അടിച്ചങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. എന്താ ഒന്നാമത്തെ ഐഡിയ? ഇന്ന് രാത്രി നമ്മൾ 7 മണിക്ക് ഫുൾ കെമിസ്ട്രിയിലെ എല്ലാ പാഠവും ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഫുൾ ചാപ്റ്ററിൻ്റെയും റിവിഷൻ അങ്ങോട്ട് തരും. പക്കാ റിവിഷൻ എന്ന് പറഞ്ഞാൽ പക്കാ റിവിഷൻ. ആ പാഠം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കെമിസ്ട്രിയിൽ വേറൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മളെ ടീച്ചേഴ്സിനോട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പറഞ്ഞത്. ആ രീതിയിലാണ് അവരതിന് സ്ലൈഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് രാത്രി 7 മണിക്ക് കെമിസ്ട്രിയുടെ ആ ഒരു ലൈവ് കണ്ടതോടുകൂടി നിങ്ങൾക്ക് കെമിസ്ട്രി അവിടെ നിന്ന് സെറ്റ് ആവുന്നു. സെറ്റ് അല്ലേ? എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം പറഞ്ഞാൽ എന്താണ്? നാളെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഞാൻ വരും. ഫിസിക്സ് ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ പാഠങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പാഠങ്ങൾ കംപ്ലീറ്റ്ലി പക്ക ഞാൻ തരും. ഓക്കെ അല്ലേ? ആ ഒരു ലൈവോട് കൂടി നിങ്ങൾക്ക് ഫിസിക്സും ഏറെക്കുറെ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നെന്താ സാറേ ഏറെക്കുറെ എന്നുള്ളൊരു വാക്ക്? പിന്നെ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കി വെക്കണ്ടേ? എന്നാലും ഏറെക്കുറെ ഫുൾ മാർക്ക് ഞാൻ തരും. സെറ്റ്. അങ്ങനെ ഈ 2 കാര്യങ്ങളും ഫിസിക്സും കെമിസ്ട്രിയും ഇന്നും നാളും കൂടി ഞാൻ സെറ്റാക്കി തരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? പിന്നെയുള്ള 2 ദിവസമുണ്ട്. അന്ന് നമ്മൾ വേറെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അന്ന് നമ്മൾ മാത്സിന് വേണ്ടി കൊടുക്കും. അതിലെനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ശനിയാഴ്ച. പൊന്നു മക്കളെ, ശനിയാഴ്ച അന്ന് നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളില്ല. അന്ന് മിക്കവാറും ആൾക്കാർക്ക് ട്യൂഷനും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അന്ന് ലീവ് എടുക്കുക. അന്ന് രാവിലെ 8 മണിക്ക്, നന്നായിട്ട് നോക്കിക്കേ, 8 മണിക്ക്, രാത്രി 7 മണിക്കല്ല, രാവിലെ 8 മണിക്ക് എജുപോഡിൻ്റെ കിഡിലൻ ലൈവ് ഉണ്ട്. ആ ഒരു ലൈവിൽ നമ്മൾ അജാസ് സാറും സംഘവും നയിക്കുന്ന, അജാസ് സാറ്, ഹഷൽ സാറ് ഇവരൊക്കെ നയിക്കുന്ന ഒരു കിഡിലൻ ലൈവ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ലൈവ്. ആ ലൈവ് നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങളെ ജീവിതത്തിലെ നഷ്ടം. ആ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാത്സിൽ ഫുൾ A+ കിട്ടും. ഇത് എജുപോഡിൻ്റെ ഗ്യാരണ്ടി. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഏതൊക്കെ പാഠഭാഗത്ത് നിന്ന് ഏതൊക്കെ പഠിക്കണം, ഉടായിപ്പോടെ എങ്ങനെ പഠിക്കണം, അതായിരിക്കും അന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുക. സോ ആ ലൈവ് മിസ്സാക്കിയാൽ നഷ്ടമായിരിക്കും. സോ ഗൈസ് അന്ന് എന്തായാലും വരിക. അന്ന് ഞങ്ങൾ ആ പാഠം ഫുള്ള് പഠിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ വെറുതെ വിടും ഇല്ല. ഞങ്ങൾ അന്ന് രാത്രി ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് തരും. എന്നിട്ട് പിറ്റേന്ന് ഞായറാഴ്ച നിങ്ങൾക്ക് ഞങ്ങളൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോഡൽ വർക്ക്ഷീറ്റ് അങ്ങോട്ട് തരും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അത് ചെയ്ത് സെറ്റാക്കുന്നു. ആ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് നമ്മൾ പക്കാ കോൺഫിഡൻ്റ് ആവുന്നു. മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, ആ ലെവലിലേക്ക് എത്തുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? അന്ന് രാത്രി, ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച എക്സാം ഉള്ള ഞായറാഴ്ച രാത്രി അജാസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ബിഗ് പ്രഡിക്ഷൻ ലൈവ് വരും. ബിഗ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് പ്രഡിക്ഷൻ ലൈവ്. അതിൽ പറഞ്ഞതേ വരുള്ളൂ, ക്വസ്റ്റ്യൻസ് നമ്മളോട് പ്രവചിക്കും. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഇതാണ് എജുപോഡിൻ്റെ കിഡിലൻ സ്റ്റഡി പ്ലാൻ. പിറ്റേ ദിവസം രാവിലെ മാത്സ് ആണ്. അന്ന് രാവിലെ നമ്മൾ റോക്കറ്റ് റിവിഷൻ കൂടി തിന്നിട്ട് നിങ്ങളെ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് വിടും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഓൾറെഡി ലൈവ് ഉണ്ടായിരിക്കും. ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ഇതേമാതിരി പ്രഡിക്ഷൻ ലൈവ് ഉണ്ടായിരിക്കും. സോ ഗൈസ്, ഇതാണ് സ്റ്റഡി പ്ലാൻ. സോ ഞങ്ങളുടെ കൂടെ നിന്നോ, ഈ ലൈവ് ഒന്നും മിസ്സാക്കാണ്ട് വന്നോ. ഇന്ന് രാത്രി ഏതാടാ? കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ. നാളെ ഏതാടാ? ഫിസിക്സിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ. പിന്നെ ഏതാടാ? ഞായറാഴ്ചത്തെ മെഗാ ലൈവ്. സെറ്റ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് ആ ലൈവിൻ്റെ ആ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നോട്ടിഫൈ മീ എനാബിൾ ചെയ്തേക്കുക, പരമാവധി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കുക. എന്നിട്ട് നമ്മളെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട്. ഈ ലൈവ് വെറുതെ കണ്ടാൽ മതിയോ? അതിനിടെ ഞങ്ങളൊരു ഓഫറും തരാം. ആ ലൈവിൻ്റെ ഇടയിൽ ഓരോ മണിക്കൂറിലും ഒരു സർപ്രൈസ് സാന്റാ വിസിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാരിക്കോരി തരാൻ സാന്റാ വിസിറ്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങളെ ഹാപ്പി ആയിട്ട്, നിങ്ങളെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ ഞങ്ങൾ ഫുൾ മാർക്ക് തരും. സോ കൂടുതൽ ഗിവ് അവേൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് എവിടെ ഉണ്ടാകുക? താഴെ കമൻറ്റ് ബോക്സിൽ. ടാറ്റാ.